അപ്പോൾ ഇന്നും നമുക്കൊരു കഥയിൽ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഇതുവരെ ഇടാത്ത ഒരു ഷൂസിനെ പറ്റിയിട്ടാണ്. ദി ഷൂസ് ഹി നെവർ വോർ. വോർ മീൻസ് ഇടുക. ഓക്കെ, വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇടുക. അതിൻ്റെ പാസ്റ്റാണ് കേട്ടോ വോർ. അപ്പോൾ ഇതുവരെ ഇടാത്ത ഒരു ഷൂവിനെ പറ്റിയിട്ടുള്ള കഥയാണ് കേട്ടോ. എന്നാൽ തുടങ്ങിയാലോ? വെൻ ഋഷി ഗോട്ട് ഹിസ് ഫസ്റ്റ് സാലറി. വെൻ ഋഷി ഗോട്ട് ഹിസ് ഫസ്റ്റ് സാലറി, അതായത് ഋഷി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്യാരക്ടറാണ് കേട്ടോ. സോ വെൻ ഋഷി ഗോട്ട്, കിട്ടുക. ഓക്കെ, അപ്പം കിട്ടി. എന്താ? ഹിസ് ഫസ്റ്റ് സാലറി, ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ എന്ന് പറയാനാണ് അവിടെ വെൻ യൂസ് ചെയ്തിരിക്കുന്നത്, പോൾ എന്ന് പറയാൻ. സോ വെൻ ഋഷി ഗോട്ട് ഹിസ് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ he bought his father a pair of expensive leather shoes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he bought എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി. ആർക്ക്? ഹിസ് ഫാദർ. ഓക്കെ, ഋഷിയുടെ അച്ഛന് വേണ്ടിയിട്ട്. എന്ത്? എ പെയർ ഓഫ് എക്സ്പെൻസീവ് ലെതർ ഷൂസ്. ഓക്കെ, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കൂടിയ ഒരു പെയർ ഓഫ് ഷൂസ് എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പെയർ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഷൂസ് അച്ഛന് വാങ്ങി. അപ്പ സ്മൈൽഡ് വൈഡ് വെൻ ഹി ഓപ്പൺഡ് ദി ബോക്സ്. അതായത് ആ ബോക്സ് തുറന്നപ്പോൾ എന്താണ്, അപ്പന് എന്ത് ചെയ്തു? അച്ഛൻ എന്ത് ചെയ്തു? സ്മൈൽഡ് വൈഡ് എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ചിരിച്ചു. ദേ ആർ ബ്യൂട്ടിഫുൾ ഹി സെഡ്. ദേ ആർ ബ്യൂട്ടിഫുൾ ഹി സെഡ്. അതായത് അത് വളരെ ഭംഗിയുള്ളതായിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? അപ്പോൾ പറയണം ഹി സെഡ്. വോയിസ് തിക്ക് വിത്ത് ഇമോഷൻസ്. ഓക്കെ, വോയിസ്, അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം. തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ളതായി. എന്തുകൊണ്ട്? ഇമോഷൻസ് കൊണ്ട്. ആ സങ്കടവും സന്തോഷവും ഒക്കെ കൊണ്ട് ഇല്ലേ? ആദ്യത്തെ സാലറിയിൽ മകൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമോഷനിൽ ആ വോയിസ് ഒക്കെ എന്തായി? തിക്കായിരുന്നു, കട്ടിയുള്ളതായിരുന്നു. ബട്ട് ഋഷി നോട്ടീസ്ഡ് സംതിങ് ഓവർ ദി മന്ത്സ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഋഷി ഒരു കാര്യം നോട്ടീസ് ചെയ്തു. എന്താ നോട്ടീസ് ചെയ്തേ? ഹിസ് ഫാദർ നെവർ വോർ ദം. വോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, വിയർ എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ആണ് വോർ എന്ന് പറഞ്ഞാൽ. കഥ തീരുമ്പോൾ നിങ്ങൾ ഈ വോറും വിയറും ഒന്നും ഒരിക്കലും മറക്കില്ല കേട്ടോ. സോ എന്താണ് നോട്ടീസ് ചെയ്തത്? ഹിസ് അപ്പ നെവർ വോർ ദം. ഓക്കെ, അയാളുടെ അപ്പ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ അത് ഇട്ടിട്ടില്ല. നോട്ട് ടു വെഡിങ്, നോട്ട് ടു ടെമ്പിൾ, നോട്ട് ഈവൻ ഓൺ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിനോ, വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിനോ, ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലോ, അല്ലെങ്കിൽ ദീപാവലിക്ക് പോലും എന്ന് പറയാനാണ് അവിടെ ഇവൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോട്ട് ഈവൻ ഓൺ ദീപാവലിക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല? അത് ഇട്ടിട്ടില്ല. വൺ ഡേ ഫ്രസ്ട്രേറ്റഡ് ഋഷി ആസ്ക്ഡ് ഹിം. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്തു? ഈ ഋഷി ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഡിഡിൻ യു ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലേ? ആ ഷൂസ് ഇഷ്ടമായില്ലേ എന്ന് വളരെ ഫ്രസ്ട്രേഷനോട് കൂടിയിട്ട് എന്ത് ഈ ഋഷി അച്ഛനോട് ചോദിക്കുകയാണ്. ഹിസ് ഫാദർ ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ജെന്റ്ലി. അവനെ നോക്കിയിട്ട് അവനെ മേളിലേക്ക് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? സെഡ് ജെന്റ്ലി, വളരെ ജെന്റ്ലി ആയിട്ട് പറയാണ്. എന്താ പറഞ്ഞത്? ഐ ലൈക്ക് ദം ടൂ മച്ച്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടൂ മച്ച് മീൻസ് ഒരുപാട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് വൈ ഐ കെപ്റ്റ് ദം സേഫ്. അതുകൊണ്ടാണ് ഞാനത് സേഫായിട്ട് വച്ചിരിക്കുന്നത് കേട്ടോ. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഐ kept them safe. ഓക്കെ, kept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സോ ഐ kept them safe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനത് സുരക്ഷിതമായിട്ട് സേഫായിട്ട് വച്ചിരിക്കുന്നത് എന്ന്. ഇയേഴ്സ് ലേറ്റർ, ആഫ്റ്റർ അപ്പ പാസ്ഡ് അവേ. ഓക്കെ, കാലങ്ങൾ കഴിഞ്ഞു, അപ്പം എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പം പാസ്ഡ് അവേ മീൻസ് ഒരാൾ മരണപ്പെട്ടതിനെ പറയുന്നതാണല്ലോ നമ്മൾ പാസ്ഡ് അവേ എന്ന്. അപ്പോൾ മരണപ്പെട്ടതിന് ശേഷം ഋഷി ഫൗണ്ട് ദി ഷൂസ്. ഋഷി എന്ത് ചെയ്തു? ആ ഷൂസ് കാണുകയാണ്. സ്റ്റിൽ പോളിഷ്ഡ്, സ്റ്റിൽ ന്യൂ, സ്റ്റിൽ വെയിറ്റിംഗ്. സ്റ്റിൽ പോളിഷ്ഡ് അതായത് ഇപ്പോഴും അതുപോലെ തന്നെ പോളിഷ്ഡ് ആയിട്ട്, സ്റ്റിൽ ന്യൂ പുതിയതായിട്ട്, സ്റ്റിൽ വെയിറ്റിംഗ് ആരെയോ കാത്തിരിക്കണം. പുതിയ ഷൂ ആണല്ലോ, അതുകൊണ്ട് ആരെയും വന്നിട്ടില്ലോ. അങ്ങനെ ആരെയോ കാത്തിരിക്കുന്നൊരു ഷൂ പോലെ അതങ്ങനെ ക്ലിയർ ആയിട്ട്, പ്യുവർ ആയിട്ട്, ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇൻസൈഡ് വൺ ഓഫ് ദം വാസ് എ ഫോൾഡഡ് നോട്ട്. ഓക്കെ, അതായത് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡ് ചെയ്ത് മടക്കി വച്ചിരിക്കുന്ന ഒരു പേപ്പർ നോട്ട് കണ്ടു. ഐ വോക്ഡ് ബെയർ ഫുട്ട് മോസ്റ്റ് ഓഫ് മൈ ലൈഫ്.
ഓക്കെ, എന്താണ്? ഐ വോക്ക്ഡ് ബെയർ ഫുട്ട് മോസ്റ്റ് ഓഫ് മൈ ലൈഫ്. അതായത് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കാലവും ഞാൻ ബെയർ ഫുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പില്ലാതെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് കേട്ടോ അതിൽ എഴുതിയിരിക്കുന്നത്. സോ യു കുഡ് റൺ, അതുകൊണ്ടാണ് നിനക്ക് ഓടാൻ കഴിഞ്ഞത്. ദീസ് ഷൂസ് ആർ യുവർ സക്സസ്. ഈ ഷൂസ് നിൻ്റെ വിജയമാണ്. ഓക്കെ, ഈ ഷൂസ്, ദീസ് ഷൂസ് ആർ യുവർ സക്സസ്. നിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഷൂസാണ്. നോട്ട് മൈൻ ടു വിയർ ബട്ട് മൈൻ ടു ട്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ധരിക്കാനുള്ളതല്ല, ഇതെനിക്ക് നിധി പോലെ, ട്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി പോലെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ നോട്ട് കാണുകയാണ്. ഇതാണ് കഥ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഥകളിലൂടെ പഠിക്കുമ്പോൾ കുറച്ച് വായനയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള കഥകൾ വായിക്കുമ്പോൾ എപ്പോഴും സ്റ്റോറീസ് അങ്ങനെയായിരിക്കും, കുറച്ച് ലിറ്ററേച്ചറും സാഹിത്യവും ഒക്കെ കലർന്നതായിരിക്കും. അപ്പം മനസ്സിലാവില്ല ചിലവർക്ക്. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് അവർക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് ഒന്നും അറിയില്ല എന്ന്. സോ ഇതുപോലെ നമുക്ക് കുറച്ച് കാലങ്ങൾ ഇങ്ങനെ വായിച്ച് ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് പഠിക്കാം. ഓരോ കഥകളും പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വൊക്കാബുലറീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് ഗ്രാമർ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് സെൻറ്റൻസ് മേക്കിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം വെറുതെ കഥകളായിട്ട് മാത്രം കേട്ടിരിക്കാതെ ഒപ്പം പഠിച്ചുകൂടി മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ ഇനി വേറൊരു കഥയായിട്ട് അടുത്ത ദിവസം കാണാം. English Bus. Learning Simplified.